ഫിലിം ഗാരേജിന്റെ ഇന്നത്തെ സിനിമ വാർത്തകളിലേക്ക് വരിക്കും സ്വാഗതം. സൂര്യ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യ 47 അടുത്ത മാസം ഷൂട്ടിങ്ങിന് തുടക്കമിടുകയാണല്ലോ. ഇപ്പോഴത്തെ ആവേശത്തിന് ശേഷം ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഫഹദ് ഫാസിലും സൂര്യയോടൊപ്പം അഭിനയിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. ഇതോടെ മലയാളി തനിമയുള്ള ഒരു സിനിമയായിട്ട് ചിത്രം മാറുന്നുവെന്നാണ് നാം മനസ്സിലാക്കുന്നത്. സുഷിൻ ശ്യാം സംഗീതം നൽകുന്ന ചിത്രത്തിൽ ഇപ്പോഴത്തെ സൂര്യ, ഫഹദ് ഫാസിൽ, നസ്രിയ, സച്ചിൻ ഗോപു തുടങ്ങിയവരൊക്കെ അഭിനയിക്കുന്നു. കേരളത്തിലാണ് സിനിമയുടെ ഷൂട്ടിംഗ്. ഇനി 10-ൽ പരം ദിവസങ്ങൾ മാത്രം ബാക്കി DS ഈറെ എന്ന പ്രണവ് മോഹൻലാലിന്റെ അടുത്ത സിനിമ തിയേറ്ററുകളിലേക്ക് എത്താനായിട്ട്. രാഹുൽ സദാശിവൻ സിനിമയ്ക്ക് ഇന്നലെ ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമായ വിവരം പ്രേക്ഷകരെ അറിയിച്ചിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഡ്യൂറേഷൻ പുറത്തു വരുമ്പോൾ 2 മണിക്കൂറിൽ താഴെയാണ് സിനിമയുടെ ഡ്യൂറേഷൻ. 1 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ. ബോളിവുഡിൽ നിന്നുള്ള അടുത്ത വലിയ സംഭവമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു സിനിമയാണല്ലോ തമ്മ. വരുന്നയാഴ്ച ഈ ഒക്ടോബർ 21-ാം തീയതി സിനിമ ദിവാലി റിലീസായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. രശ്മിക മന്ദാന, ആയുഷ്മാൻ ഖുറാന ചിത്രത്തിന്റെ ബുക്കിംഗിന് തുടക്കമിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. കാത്തിരിക്കാം സിനിമയുടെ റിലീസിനായിട്ട്. കളക്ഷൻ കണക്കുകൾ കേട്ടാം. ബേസൽ ജോസഫ് ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണല്ലോ. ആ പ്രൊഡക്ഷൻ ഹൗസിന്റെ ആദ്യ സിനിമയുടെ ടൈറ്റിൽ ടീസർ നാളെ രാവിലെ 11:11 റിലീസാകുന്നതാണ്. ചിത്രത്തിൽ ടൊവിനോ തോമസ്, വിനീത് ശ്രീനിവാസൻ, ബേസൽ തുടങ്ങിയവർ അഭിനയിക്കുന്നു എന്നാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. മാസങ്ങൾക്ക് മുന്നേ പ്രഖ്യാപിക്കപ്പെട്ട നിവിൻ പോളിയും അമിതാഭ് ബൈജു ചിത്രമാണല്ലോ ബദ്ലേഹം കുടുംബ യൂണിറ്റ്. നേരത്തെ ഓണത്തിന് ശേഷം ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് ആരംഭിക്കുമെന്ന് റിപ്പോർട്ട്സ് ഉണ്ടായെങ്കിലും ഇപ്പോഴത്തെ ഈ വർഷം അവസാനത്തിലേക്ക് സിനിമയുടെ ഷൂട്ട് നീട്ടിയിരിക്കുകയാണ്. നവംബറിൽ അതല്ലെങ്കിൽ ഡിസംബറിൽ ഷൂട്ട് ആരംഭിക്കും. മോളിവുഡിന്റെ അടുത്ത വർഷത്തിലെ വലിയ സംഭവമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്ന സിനിമയാണല്ലോ ദൃശ്യം 3. ലാലേട്ടനെ നായകനാക്കി ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബർ 20-ന് ശേഷം ആരംഭിക്കപ്പെട്ടിരുന്നു. ഇപ്പോഴത്തെ സിനിമയുടെ ഷൂട്ട് ഇനി തീരാനായിട്ട് 30 ദിവസത്തെ ഷൂട്ട് മാത്രമേ ബാക്കിയുള്ളൂ എന്നൊരു റിപ്പോർട്ട് വന്നിരിക്കുന്നു. നിലവിലെ ഷെഡ്യൂൾ ബ്രേക്കിലായിരിക്കുന്ന ചിത്രത്തിന്റെ അടുത്ത ഷെഡ്യൂൾ ഒക്ടോബർ 21-ാം തീയതി എറണാകുളത്ത് ആരംഭിക്കും. കാത്തിരിക്കാം ദൃശ്യം 3യുടെ കൂടുതൽ വാർത്തകൾക്ക്.